ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതാ സമയം 5:50 ആയിക്കോട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഡ്യൂട്ടി ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പം നമുക്ക് 6 മണിയാകുമ്പോഴത്തേന് നമ്മളെ ക്ലിനിക്കിൽ എത്തണം കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് അപ്പം പിന്നെ കടലക്കറിയാണ് കേട്ടോ. അപ്പം രാവിലെ 6 മണിയാകുമ്പോഴത്തേന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിക്കും കേട്ടോ. പിന്നെ ചോറ് പിന്നെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് സ്കൂൾ കൊണ്ടുപോകാനുള്ള തേങ്ങൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനങ്ങനെ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് നിൽക്കുകയാണേ. അപ്പം അങ്ങനെ ഞാനിതാ ക്ലിനിക്കിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ 6 മണിയാകുമ്പോഴത്തേന് നമ്മൾ ക്ലിനിക്കിൽ എത്തണം കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാനിതാ ക്ലിനിക്കിക്ക് പോവാണ് കേട്ടോ. അപ്പം നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ക്ലിനിക്ക്. അപ്പോൾ നടക്കാൻ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ നടക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. നല്ലൊരു എക്സസൈസ് ആണല്ലേ രാവിലെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഞാൻ ആരും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ നല്ല ഉഷാറിൽ കൈയൊക്കെ വീശിയിട്ട് അങ്ങനെ നടന്നിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ക്ലിനിക്ക് എത്തിക്കുന്നുണ്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ചെന്നിട്ടാണ് തുറക്കലൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മളെ ക്ലിനിക്കൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ആരും അങ്ങനെ വന്നിട്ടൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ രാവിലെ തന്നെ ആളുണ്ടാവും, ചില ദിവസങ്ങളിൽ രാവിലെ ഉണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഉള്ളു വരിക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെയൊക്കെ നിറച്ച് പൊടിയൊക്കെ ഉണ്ട് കേട്ടോ, നമ്മളെ ഈ കമ്പ്യൂട്ടറിൻ്റെ ഇവിടെയൊക്കെ. അപ്പോൾ ഞാൻ ഈ പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ്. അപ്പം നമ്മളെ വീഡിയോ ഫസ്റ്റ് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓൾക്ക് വേണ്ടിയിട്ട് പറയട്ടെ. അപ്പോൾ ഞാനിവിടെ ക്ലിനിക്കിൽ ലാബിൽ ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ലാബാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് കാണുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ പൊടിയൊക്കെ തട്ടിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ രജിസ്റ്റർ ബുക്കൊക്കെ എടുത്ത് അങ്ങനെ ഡേറ്റൊക്കെ എഴുതി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നൊക്കെ കേട്ടോ ആൾക്കാർ വരിക. അപ്പോൾ വരുന്ന സമയത്ത് പിന്നെ ഇതൊക്കെ എഴുതാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ ഡേറ്റൊക്കെ ഒന്ന് എഴുതി വെക്കുകയാണ്. അപ്പോൾ രാവിലെ വരുമ്പോൾ പിന്നെ 4-5 ഒപ്പം കേട്ടോ വരുന്നുണ്ടാവുക. പിന്നെ അങ്ങനെ നമുക്ക് ഷുഗർ കൊളസ്ട്രോളൊക്കെ നോക്കാനൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ തിരക്കായപ്പോൾ പിന്നെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങനെ നമ്മളെ ജോലി അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്.
അപ്പോൾ ഇത് നമ്മൾ CBC നോക്കുന്ന മെഷീനാണ് കേട്ടോ. CBC കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കുന്ന മെഷീനാണ്. അപ്പോൾ അങ്ങനെ മെഷീനൊക്കെ ഓണാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം പുറത്താണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ. പിന്നെ അങ്ങനെ രാവിലത്തെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ രജിസ്റ്റർ ബുക്കിൽ സൈനൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ പഞ്ചിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഡ്യൂട്ടി രാവിലെ 6 മണി മുതൽ 8:45 വരെ, അതുപോലെ വൈകുന്നേരം 4:30 തൊട്ട് 9:30 വരെ കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ രാവിലത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ രാവിലത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ പെരയ്ക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കാലൊക്കെ കഴുകിയിട്ട് അങ്ങനെ അകത്തേക്ക് കയറുകയുണ്ട്. അപ്പോൾ നല്ലൊരു ചീന മഴയുണ്ട് ഇന്നത്തെ ദിവസം. രാവിലെ തന്നെ മഴയായാൽ നമുക്ക് എല്ലാത്തിനും ഒരു മടിയാവൂലേ. അപ്പോൾ ഇന്നത്തെ ദിവസം മുറ്റൊക്കെ കണ്ടിട്ട് ആകെ ഒരു മടി തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇതാ മോന് ഇതാ സ്കൂളിൽ പോകാനൊക്കെ റെഡി ആയിട്ടോ. പിന്നെ ഇതിലു ഞാൻ വരുമ്പോഴത്തേനും സ്കൂൾക്ക് പോകും കേട്ടോ. പിന്നെ മിഷു എണീറ്റിട്ടില്ല കേട്ടോ. അപ്പം മോന് സ്കൂളിൽ പോയിട്ടോ. പിന്നെ ഞാൻ അങ്ങനെ ചായ കുടിക്കാൻ നിന്നു കേട്ടോ. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇത് അപ്പം കടലക്കറിയാണ്. അപ്പോൾ രാവിലെ പോണ സമയത്തൊന്നും കഴിക്കാൻ നേരം ഉണ്ടാവില്ല കേട്ടോ. ഒന്നൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോവലാണ് കേട്ടോ. പിന്നെ വന്നതിന് ശേഷമാണ് പിന്നെ ശരിക്കും കഴിക്കൽ കേട്ടോ. അപ്പം അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ മീഷു എണീറ്റിട്ടുണ്ടായിരുന്നു. എൻ്റെ ചായ കുടി കഴിഞ്ഞപ്പോൾ തന്നെ മീഷു എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓനക്കും അങ്ങനെ ചായ കൊടുക്കാണ് കേട്ടോ. അപ്പം ഞാൻ മീഷുവിന് അപ്പം കറിയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം മീഷുവിന് പിന്നെ കറി ഒഴിച്ചത് വേണ്ടാറുണ്ട്. പിന്നെ പൊട്ടാറ്റോ കൂട്ടിയിട്ട് കഴിക്കാണ് കേട്ടോ. അപ്പോൾ മറ്റവർക്ക് സ്കൂൾക്ക് ഉണ്ടാക്കി കൂട്ടാനാണ്. അപ്പോൾ പിന്നെ മിഷുവിനും കുറച്ച് മാറ്റി വെച്ചിട്ടുപോലെ. അപ്പോൾ മിഷുവിന് കിഴങ്ങ് കണ്ടപ്പോൾ പിന്നെ അത് മതി, കറിയൊന്നും വേണ്ടാന്ന് കേട്ടോ. അങ്ങനെ അപ്പവും കിഴങ്ങും അങ്ങനെ കഴിക്കാണ് കേട്ടോ. പിന്നെ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേഗം പാത്രം കഴുകാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ.
പാത്രം കൈകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അടുപ്പും വിധനയൊക്കെ നന്നായിട്ട് തന്നെ തുടച്ചിട്ടിട്ടുണ്ടോ. ഞാനങ്ങനെ മെഷീനിക്ക് തിരുമ്പാളൊക്കെ ഇട്ട് കൊടുത്തുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ബാക്കി പണിയൊക്കെ കഴിയുമ്പോഴത്തേന് തിരുമ്പലും അങ്ങോട്ട് കഴിയുമല്ലോ, അത് എഴുതിയിട്ട് പിന്നെ ഇതൊക്കെ മെഷീനിൽ ഇട്ട് കൊടുക്കുകയാണേ. പിന്നെ ഞാനങ്ങനെ അതൊക്കെ അടിച്ചു വരാനായിട്ട് നിന്നിട്ടുണ്ടോ. ഉച്ചക്ക് ചോറൊക്കെ ഉണ്ട്, പിന്നെ കറി ഉപ്പേരൊക്കെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഞാൻ വേഗം അതൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണേ. സിറ്റോട്ട് അടിച്ചൊരു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഈ ചവിട്ടി ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അധികം ചളിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പുറത്ത് മഴ ആയതുകൊണ്ട് വിഷു അങ്ങനെ ചവിട്ടി കയറ്റും കേട്ടോ, മണ്ണും ചളിയൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ ഈ ചവിട്ടി ഇവിടെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ ഞാൻ റൂമൊക്കെ അടിച്ചു വരാനായിട്ട് നിന്നിട്ടുണ്ടോ. പിന്നെ ഞാൻ കട്ടിലിൻ്റെ അടിയൊക്കെ ഒന്ന് അടിച്ച് വാരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അധികം ചമ്മലൊന്നും ഇല്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് അടിച്ച് വാരലൊക്കെ ഉണ്ട്. അപ്പം ചില ദിവസങ്ങളിലൊക്കെ നന്നായിട്ട് അടിച്ച് വാരി എടുക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം അടിച്ച് വാരിയപ്പോൾ ആ പൊടി ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. മെഷീനും ഇവിടെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ, ഒരു തല നന്നാക്കുമ്പോൾ ഒരു തല വലിച്ചിടുന്നൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നന്നാക്കി വെക്കണതൊക്കെ വലിച്ചിടുകയാണ് കേട്ടോ.
കുറേ തുണികളൊക്കെ മടക്കി വെക്കാണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പിന്നെ അതിന് നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്തായാലും അതൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടാണ് വിചാരിച്ചിട്ട് ഞാൻ സ്ഥിരമിട്ട് പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കാണ്ട്. അപ്പോൾ ഡ്രസ്സ് മടക്കല്ലത് പിന്നെ ഞാൻ അവിടെ തന്നെ വെച്ചിട്ടോ. എല്ലാ പണിയും കഴിഞ്ഞിട്ട് മടക്കി വെക്കാൻ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ മടക്കാൻ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം അതൊക്കെ അടിച്ച് വാരിയെടുക്കുകയാണ്. പിന്നെ ഞാൻ അങ്ങനെ വേഗത നമ്മളെ കിച്ചൺ അടിച്ചു വരാനായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല മടിയാണ് കേട്ടോ പണിയെടുക്കാൻ. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ മടിയുള്ള സമയത്ത് നമ്മൾ നിരന്ന് കിടക്കുന്നതൊക്കെ പെട്ടെന്ന് റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള പണിയെടുക്കാനൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ അടിച്ച് വാരിയിട്ട് പണി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ബാക്കി കുക്കിങ്ങിനൊക്കെ നിൽക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായി കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അകടിച്ചു വാരൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുറ്റൊന്നും അടിച്ചു വരാൻ നിന്നിട്ടില്ല കേട്ടോ. അപ്പം മുറ്റത്ത് അധികം ചമ്മലൊന്നുമില്ല. അപ്പം പിന്നെ മുറ്റത്ത് തലയൊക്കെ ഇങ്ങോട്ട് പൊറുക്കിടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ മുറ്റത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. അന്നത്തെ ദിവസം നല്ല മഴ ആയതുകൊണ്ട് പിന്നെ ഞാൻ പുറത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ മീൻകറി റെഡിയാക്കാനായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ലഞ്ചിന് നല്ല അടിപൊളി മീൻകറി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെല്ലുള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തക്കാളി, പച്ചമുളക്, പിന്നെ പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ നമ്മൾ മീനൊക്കെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മീൻകറി റെഡിയാക്കാനുള്ളതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം ചട്ടി ചൂടായപ്പോൾ ഇതിൽ പപ്പടം പൊരിച്ചെടുക്കാനായിട്ട് നിൽക്കുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് പിന്നെ അങ്ങനെ പപ്പടം പൊരിച്ചെടുക്കുകയാണ്. അപ്പം അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ ഞാൻ ഈ ചട്ടിയിൽ തന്നെ കേട്ടോ മീൻകറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ എണ്ണയ്ക്ക് തന്നെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ നമ്മളെ വലിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പം അങ്ങനെ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വാടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ അത് ഉള്ളി തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മസാലപ്പൊടികളൊക്കെ ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മസാലയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ
നമ്മൾ മീൻകറി ഇതാ ഈ ഒരു രീതിയിലാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അധികം ലൂസിലും അല്ല അധികം ടൈറ്റിലും അല്ല, അങ്ങനത്തെ ഒരു രീതിയിലാട്ടോ. അപ്പം അങ്ങനെ ഈ കറി ഒന്ന് നല്ലപോലെ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് തിളക്കുമ്പോഴത്തേന് പിന്നെ വേഗം പയറുപ്പേരി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവില്ല എൻ്റെ എല്ലാ വീഡിയോയിലും പയറുണ്ടല്ലോ, എന്നും പയറാണോ എന്നൊക്കെ വിചാരിക്കണ്ടാവില്ലേ. അപ്പോൾ നമ്മളെ താത്ത കൊണ്ടുവന്ന പയറാണ് കേട്ടോ. അപ്പോൾ താത്താൻ്റെ വീട്ടിൽ പയറിൻ്റെ കൃഷി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പറിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആ പയറാണ് കേട്ടോ. പിന്നെ ഇവിടെ മക്കൾക്കൊക്കെ പയറ് നല്ല ഇഷ്ടമാണ് കേട്ടോ. പയറുപ്പേരി മാത്രം കൂട്ടി തന്നെ ചോറൊക്കെ കഴിക്കോട്ടോ. പിന്നെ പയർ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ മടുക്കൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതിലേക്ക് ഉപ്പും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആവിയിൽ അങ്ങനെ വേവിച്ചെടുക്കുകയാണ്. പിന്നെ അങ്ങനെ ഇത് നമ്മളെ മീൻ കറിക്കുള്ള കറി ഇത് നല്ല പോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങൾ അത്യാവശ്യം കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ നല്ല പോലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ടോ. അപ്പം അങ്ങനെ നമ്മളെ മീൻകറി ഒരു അടുപ്പത്ത് വേകുന്നുണ്ട്, മറ്റേ ഭാഗത്ത് ഇതാ നമ്മളെ പയറുപ്പേരിയും വേകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ അടുക്കളപ്പണി നമുക്ക് പെട്ടെന്ന് കഴിച്ചാൽ നമ്മളെ പണി പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളത് ആ പയറുപ്പേരിയൊക്കെ ഇവിടെ വേവായിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ നമ്മളെ മീൻകറിയും പയറുപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിക്കും കേട്ടോ. പപ്പടം പൊരിച്ചതൊക്കെ ഇതാ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടില്ലേ. പിന്നെ ഞാനിതൊക്കെ ഈ പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെ അടുപ്പത്ത് പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ടോ. പിന്നെ ഞാൻ അങ്ങനെ വേഗം ആകൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ കല്ലുമ്മ തിരുമ്പാളിലൊക്കെ തിരുമ്പിയിട്ട് പിന്നെ മെഷീനൊക്കെ പൊളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ മെഷീനിൽ തിരുമ്പാൻ ഇട്ടതൊക്കെ ഒന്ന് തോരിടാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം വെയിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊക്കെ മേലെ കൊണ്ടുപോയിട്ടാണ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ മേലെ കൊണ്ടുപോയി തോരട്ടിന് ശേഷം പിന്നെ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളെ മീൻകറിയും പിന്നെ പപ്പടം പിന്നെ പയറുപ്പേരി ഇതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അടിപൊളി മീൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ കറി. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.